എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു മാമ്പഴ പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പഴുത്ത മാങ്ങ വെച്ച് ചെയ്യുന്ന ഒരു പായസമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് മാങ്ങയാണെന്ന് പറയില്ല. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം ഓൺലൈൻ പേജിൽ പബ്ലിഷ് ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല വലിയ പഴുത്ത മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ആദ്യം തന്നെ നമുക്കൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, ഉണ്ട ശർക്കര. ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കാം. എന്നിട്ട് അരിച്ചാണ് നമ്മൾ ഇത് പായസത്തിലേക്ക് ചേർക്കേണ്ടത്. അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ചേർക്കുന്നത്. ഇനി ഒരു വലിയ പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഈ പായസത്തിന് കറക്റ്റ് രുചി വരുന്നത്. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ കിടന്ന് മാമ്പഴം ഒരു പകുതി വേവാവണം. മുഴുവനും വേവണ്ട, ഒരു പകുതി വേവായ മതി. നല്ലതായിട്ട് പഴുത്ത മാമ്പഴമാണ്. അപ്പോൾ ഒരുപാട് നമ്മളിതങ്ങ് വെന്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഫുള്ളങ്ങ് ഉടഞ്ഞു പോകും. ഇത് ഫുള്ളായിട്ട് ഉടയാൻ പാടില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ശർക്കര പാനി ചൂടോടെ അരിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുക്കാതെ ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ശർക്കര പാനിയും ഈ മാങ്ങയും കൂടെ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതായത് നമ്മുടെ ശർക്കര പാനി ഒരു നൂൽ പരുവാകുമ്പോഴാണ് നമ്മളിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുതീയിലിട്ട് ഇടപെടാതെ ഇത് ഇളക്കി കൊടുക്കുക. മധുരം ഒന്ന് നോക്കുക. ഇപ്പോൾ ഈ സമയത്ത് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പം നമ്മുടെ ശർക്കരയും മാങ്ങയും കൂടെ നന്നായിട്ട് വഴണ്ട് ഇപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2ാം പാലാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഈ 2 മാങ്ങയുടെ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ പാല് മതിയാകും. അപ്പോൾ 3 കപ്പ് 2ാം പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നിങ്ങൾ ടിന്നിലുള്ള പാലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ചേർത്താലും മതി. തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പം ഈ പായസം കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. ഇപ്പം നമ്മുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പായസമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പായസത്തിന് ഒന്നുകൂടെ നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചവ്വരി വേവിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് ചവ്വരി ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വേവിച്ച വെള്ളത്തോടു കൂടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചവ്വരി വേവിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പായസം ഒന്നുകൂടെ നല്ലതായിട്ട് കുറുകി വരും. ചവ്വരി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ഇതാണ്. പായസം ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ മധുരം എല്ലാം കൂടെ ഒരു നമുക്ക് മടുപ്പ് വരും. ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ ചേർക്കാൻ പോകുന്നത്. കട്ടിപ്പാൽ നല്ല കുറുകിയ പാലാണ്. അപ്പോൾ ഇതൊരു 3/4 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. കട്ടിപ്പാൽ നമ്മൾ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക. അതുപോലെ തന്നെ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇതങ്ങ് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ തീ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നെയ്യിൽ വറുത്തിടണം. അപ്പോഴാണത് കറക്റ്റായിട്ടുള്ളൊരു പ്രഥമനാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടാനുസരണം 1-2 ടീസ്പൂൺ എടുക്കാം. നെയ്യ് ഉരുകി വന്നാൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മൾ 2 ദിവസം മുമ്പൊരു പരിപ്പ് പ്രഥമൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പ്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ നമ്മൾ ഓണസദ്യയുടെ കംപ്ലീറ്റ് മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ സ്റ്റൈലുള്ളത്. അപ്പോൾ അതും കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ 15 മിനിറ്റിൽ ഓണസദ്യയുടെ കംപ്ലീറ്റ് റെസിപ്പീസ് നമ്മളതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പായസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്